ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ഇന്ന് പ്രവാസികളും മലയാളികളും ഉണർന്നത്. അമേരിക്കയിലെ മോൺഗോമറിയിൽ മലയാളി യുവതി വെടിയേറ്റ് മരിച്ചു എന്നതാണ് ആ വാർത്ത. തിരുവല്ല സ്വദേശി മറിയം സുസൻ മാത്യു ആണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. വീടിന്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്നയാളിന്റെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ട സീലിംഗ് തുളച്ച് ഉറങ്ങുകയായിരുന്ന മറിയം സുസൻ മാത്യുവിന്റെ ശരീരത്തിൽ പതിക്കുകയായിരുന്നു. തിരുവല്ല നോർത്ത് നിരണം ഇടപ്പള്ളി പറമ്പിൽ വീട്ടിൽ ബോബിൻ മാത്യുവിന്റെയും ബിൻസിയുടെയും മകളാണ്. ബിമൽ, ബേസൽ എന്നിവർ സഹോദരങ്ങളാണ്. നിരണം വടക്കുംഭാഗം സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകാംഗമായ ബോബിൻ മാത്യു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസന കൗൺസിൽ അംഗം കൂടിയാണ്. മസ്കറ്റ് സെയിന്റ് ഓർത്തഡോക്സ് ഇടവക സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസനത്തിന് വേണ്ടി മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, ഭദ്രാസന മെത്രാപ്പൊലീത്ത അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. പോലീസ് അധികാരികളിൽ നിന്ന് മൃതദേഹം ലഭിക്കുന്നതിനനുസരിച്ച് അലബാമയിൽ പൊതുദർശനത്തിനും സംസ്കാര ശുശ്രൂഷയ്ക്കും ശേഷം കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ചയിൽ അമേരിക്കയിൽ മലയാളി വെടിയേറ്റ് മരിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് ഞെട്ടൽ മാറും മുൻപാണ് ഇപ്പോൾ മറ്റൊരു സംഭവവും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിൽ മലയാളിയെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ 15-കാരൻ പിടിയിലായി എന്നുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു. പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി സാജൻ മാത്യു ആയിരുന്നു കൊല്ലപ്പെട്ടത്. മോഷണ ശ്രമത്തിനിടെയായിരുന്നു കൊലപാതകം. ഡാലസ് കൗണ്ടിയിലെ മസ്കിറ്റ് സിറ്റിയിൽ ബ്യൂട്ടി സപ്ലൈ സ്റ്റോർ നടത്തിവരികയായിരുന്നു സാജൻ മാത്യു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ സ്റ്റോറിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമി മോഷണ ശ്രമത്തിനിടെ കൗണ്ടറിലുണ്ടായിരുന്ന സജിക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു. വെടിവെപ്പ് നടന്ന വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സജിയെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കോഴഞ്ചേരി ചെറുകോൽ ചെരുവേൽ കുടുംബാംഗമായ സാജൻ കുവൈറ്റിൽ നിന്നാണ് 2005-ൽ അമേരിക്കയിൽ എത്തിയത്. ഡാലസ് പ്രസ്ബിറ്റേറിയൻ ആശുപത്രിയിലെ നഴ്സായ മിനി സജിയാണ് ഭാര്യ. 2 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. മസ്കറ്റിൽ അടുത്തിടെയാണ് സാജൻ സുഹൃത്തുക്കളുമായി ചേർന്ന് ബ്യൂട്ടി സപ്ലൈ സ്റ്റോർ ആരംഭിച്ചത്. സെഹിയോൻ മാർത്തോമ ചർച്ചിലെ യുവജന സംഘത്തിന്റെയും സജീവ അംഗമായിരുന്നു ഇദ്ദേഹം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.